എനിക്ക് ഈ ലെവൽ ഫിസിക് ഉണ്ടാക്കാൻ സഹായിച്ച ഒരു ഹോം വർക്കൗട്ടിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഈ ബോഡി വെയ്റ്റ് എക്സസൈസുകൾ നിങ്ങളുടെ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാനും മസിൽസ് ഡെവലപ്പ് ചെയ്യാനും ഒരുപാട് സഹായിക്കുമെന്ന് സയന്റിഫിക്കലി തെളിഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ആദ്യം ഏതൊക്കെയാണ് ഈ എക്സസൈസ് എന്ന് പറയാം, അതെങ്ങനെ പ്രോഗ്രസീവ് ഓവർലോഡ് ആക്കി ചെയ്യാൻ പറ്റുമെന്നും പറയാം. അത് കഴിഞ്ഞിട്ട് ആ എക്സസൈസ് എങ്ങനെ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസിലേക്ക് വീഡിയോന്റെ ലാസ്റ്റ് നമ്മൾ കിടക്കും. സോ വീഡിയോ ഫുള്ള് വരെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ ദ ഫസ്റ്റ് എക്സസൈസ് ഇസ് പുഷപ്സ്. ഇതിപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന എക്സസൈസ് ആണല്ലോ, എന്താണ് ഇപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന്. പക്ഷേ ഇത് പ്രോപ്പറായി ചെയ്താൽ മാത്രമേ അത് ആക്ടിവേറ്റ് ചെയ്യുന്ന മസിൽസിന് ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ. സോ പുഷപ്സ് ടാർഗറ്റ് ചെയ്യുന്ന മസിൽസ് ആണ് ഷോൾഡർ, ചെസ്റ്റ് ആൻഡ് ട്രൈസെപ്സ്. എങ്ങനെയാണ് നമ്മൾ ബേസിക് ആയിട്ട് പുഷപ്പ് ഇടുക? അത് കുറേ പേർക്കുള്ള സംശയമാണ്. നമ്മൾ എൽബോ ബോഡിക്ക് ക്ലോസ് ആയി പിടിക്കണോ അതോ എൽബോ ബോഡിക്ക് വൈഡ് ആയി പിടിക്കണോ എന്നുള്ളത്. കറക്റ്റ് രീതിയിൽ പുഷപ്സ് എടുക്കാൻ ആദ്യം തന്നെ പ്ലാങ്ക് പൊസിഷനിൽ നിൽക്കുക. അതായത് നിങ്ങളുടെ പാംസ് ഷോൾഡർ വിത്തിനേക്കാൾ കുറച്ചും കൂടി വിട്ട് പിടിച്ച് വെക്കുക. നിങ്ങളുടെ ലെഗ്സ് ക്ലോസ് ആക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ പുഷപ്പ് എടുക്കുക. പുഷപ്പ് എടുക്കുമ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് ഫ്ലോറിൽ മുട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എൽബോസ് ഒരു 45 ഡിഗ്രി ആംഗിളിൽ ആയിരിക്കണം. അതായത് കംപ്ലീറ്റ്ലി നാരോമല്ല, കംപ്ലീറ്റ്ലി വൈഡുമല്ല. അതോടുകൂടി തന്നെ നിങ്ങൾ പുഷപ്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോർ ടൈറ്റ് ചെയ്ത് പിടിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പുഷപ്പ് എടുക്കുമ്പോൾ നിങ്ങളുടെ ഹെഡ്, ഹിപ്പ് ആൻഡ് ഫീറ്റ് ഒരേ ലൈനിൽ പാരലൽ ആയി നിൽക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഹിപ്പ് വളയാനോ അല്ലെങ്കിൽ നിങ്ങളുടെ തല പൊന്താനോ തല താഴാനോ പാടുള്ളതല്ല. സോ നിങ്ങൾ എപ്പോഴും അത് ശ്രദ്ധിക്കുക. സോ ഇതാണ് ദി റൈറ്റ് മെത്തേഡ് ടു ടേക്ക് പുഷപ്സ്. നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ഒരു ഡൗട്ടാണ്, ഈ പുഷപ്പ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന്. വെൽ, ദി ആൻസർ ഇസ് യെസ്, നിങ്ങൾക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ സാധിക്കൂ. അത് എങ്ങനെ? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ അത് ക്ലോസ് ടു ഫെയിലിയർ വരെ ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ്. എന്നാലേ നിങ്ങൾ പുഷപ്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചെസ്റ്റ്, ഷോൾഡർ ആൻഡ് ട്രൈസെപ്സിന് ഡെവലപ്പ് ചെയ്യുകയുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു അഡ്വാൻസ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. സോ ആ സമയത്ത് നിങ്ങൾ ഒരു 30 മേ ബി 40 to 50 പുഷപ്സ് വരെ എടുക്കേണ്ടി വരും ക്ലോസ് ടു ഫെയിലിയർ ആവാൻ. സോ അത്ര എടുത്താലേ നിങ്ങൾക്ക് ഇനിയും പ്രോഗ്രസ് ഉണ്ടാവുകയുള്ളൂ, മസിൽ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ ഓരോ സെറ്റിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്ലോസ് ടു ഫെയിലിയർ ചെയ്തുകൊണ്ടിരിക്കുക. പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാൻ വേറൊരു മെത്തേഡാണ് വെയിറ്റ് കൂട്ടി ചെയ്യുക എന്ന്. അപ്പോൾ നിങ്ങൾക്ക് അധികം റെപ്സ് വേണ്ടി വരില്ല, നിങ്ങളുടെ ക്ലോസ് ടു ഫെയിലിയർ റെപ്സ് കുറയും ഒരുപാട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊരു ബാഗിനുള്ളിൽ നിറച്ച് ബുക്ക് നിറച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പുഷപ്സ് എടുക്കാവുന്നതാണ്. ഇതും പ്രോഗ്രസീവ് ഓവർലോഡ് ആണ്. കഴിഞ്ഞ മെത്തേഡിനെ അപേക്ഷിച്ച് അധികം റെപ്സ് ചെയ്യേണ്ടി വരില്ല, അപ്പോഴേക്കും നിങ്ങൾ ക്ലോസ് ടു ഫെയിലിയർ ആവും. സോ വെയിറ്റ് കൂട്ടിയാൽ. സോ ഈ മെത്തേഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാവുന്നതാണ്. ഒന്നില്ലെങ്കിൽ സ്വന്തം ബോഡി വെയിറ്റ് വെച്ച് റെപ്സ് കൂട്ടി പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ബാഗോ എന്തെങ്കിലും വെയിറ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വെയിറ്റ് കൂട്ടി പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാം. രണ്ടും എഫക്റ്റീവ് മെത്തേഡ്സ് ആണ്. ഏത് വേണമെന്ന് നിങ്ങളുടെ തീരുമാനമാണ്. അടുത്ത എക്സസൈസ് ആണ് പുള്ളപ്സ്. ഇത് നിങ്ങളുടെ ബാക്ക്, ഫോർആംസ്, ബൈസെപ്സും ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. ഈ എക്സസൈസ് നിങ്ങളുടെ ബാക്കിന് ഒരു വി ഷേപ്പ് തരാൻ സഹായിക്കുന്നു. സോ ഇപ്പോൾ നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് പുള്ളപ്സ് എടുക്കാനേ പറ്റുന്നില്ല എങ്കിൽ, ഞാനും അങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെ കടന്നുപോയ ഒരാളാണ്. ഞാനപ്പോൾ ഞാൻ കുറച്ചു നേരം പുള്ളപ്പ് ബാറിൽ ഹാങ് ചെയ്ത് കിടന്നു. എന്നിട്ട് എൻ്റെ ആംസിന് സ്ട്രെങ്ത് കൂടിയപ്പോഴാണ് ഞാൻ പിന്നീട് പുള്ളപ്സ് എടുത്ത് തുടങ്ങിയത്. സോ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പുള്ളപ്പ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം പുള്ളപ്പ് ബാറിൽ ഹാങ് ചെയ്ത് കിടക്കുക, എന്നിട്ട് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുക. എന്നിട്ട് പ്രോപ്പറായി പുള്ളപ്സ് എടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എപ്പോഴും അറ്റ് ഫെയിലിയർ ലെവൽ എടുത്തുകൊണ്ട് പോവുക എന്നാണ്. എന്നാലേ നിങ്ങളുടെ മസിൽസിന് അത് പ്രോപ്പറായിട്ട് ചാലഞ്ച് ചെയ്യുകയും അതിന്റെ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുകയും മസിൽ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ. നിങ്ങൾ ഒരു ലെവൽ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റെസിസ്റ്റന്റ് ബാൻഡ് വാങ്ങിച്ച് പുള്ളപ്പ് ചെയ്യാവുന്നതാണ്. റെസിസ്റ്റന്റ് ബാൻഡ് അതിന്റെ പേര് പോലെ തന്നെ നിങ്ങളുടെ പുള്ളപ്സിനെ റെസിസ്റ്റ് ചെയ്യും. സോ പുള്ളപ്സ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹാർഡറും ഡിഫിക്കൽട്ട് ആക്കും. അത് നിങ്ങളുടെ മസിൽസിന് കൂടുതൽ ചാലഞ്ച് ചെയ്യും. സോ ഇതും ഒരു ടൈപ്പ് ഓഫ് പ്രോഗ്രസീവ് ഓവർലോഡ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഒരു റെസിസ്റ്റന്റ് ബാൻഡ് ഇല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഇടാം, അതിൽ കയറി നിങ്ങൾക്ക് ബെസ്റ്റ് ക്വാളിറ്റി റെസിസ്റ്റൻസ് ബാൻഡ് വാങ്ങാവുന്നതാണ്. സോ ചെക്ക് ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. നിങ്ങൾ റെസിസ്റ്റന്റ് ബാൻഡ് വാങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പുഷപ്പിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ബാഗ്, അതിൽ ബുക്കൊക്കെ നിറച്ച് വെയിറ്റ് കൂട്ടി ചെയ്യാവുന്നതാണ്. സോ പുള്ളപ്പും സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഒന്നുകിൽ റെപ്സ് കൂട്ടി ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് കൂട്ടി ചെയ്യാൻ നോക്കുക. ഇനി എങ്ങനെയാണ് പ്രോപ്പറായിട്ട് പുള്ളപ്സ് എടുക്കുക എന്ന് നമുക്ക് നോക്കാം. അതിന് ഷോൾഡർ വിഡ്ത്തിനേക്കാൾ കുറച്ച് വൈഡാക്കി പുള്ളപ്പ് ബാറിൽ ഹാങ് ചെയ്യുക. ഈ സമയത്ത് നിങ്ങളുടെ കോർ ടൈറ്റ് ചെയ്ത് പിടിക്കണം. എന്നിട്ട് നിങ്ങൾ പുള്ളപ്പ് എടുക്കുക. പുള്ളപ്പ് എടുക്കുമ്പോൾ നിങ്ങളുടെ ചിൻ പുള്ളപ്പ് ബാറിന്റെ മുകളിലേക്ക് വരണം. അതുകൂടാതെ നിങ്ങളുടെ ഈ എൽബോ നേരടിയിലേക്കായിരിക്കണം ഫേസ് ചെയ്യേണ്ടത്. സോ ഇങ്ങനെയാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് പുള്ളപ്പ് എടുക്കേണ്ടത്. സോ നമുക്കിനി നെക്സ്റ്റ് എക്സസൈസിലേക്ക് കിടക്കാം. അടുത്ത എക്സസൈസ് ആണ് ഇൻവേർട്ടഡ് റോസ്. ഈ എക്സസൈസ് നിങ്ങളുടെ റോംബോയിഡ്സിനെയും ബൈസെപ്സിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. റോംബോയിഡ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ നെക്കിന്റെ ജസ്റ്റ് താഴെയുള്ള മസിൽസ് ആണ് റോംബോയിഡ്സ്. ഈ എക്സസൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ
ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹെഡ്, ഹിപ്പ് ആൻഡ് ടോസ് സെയിം ലൈൻ കീപ്പ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കോർ എപ്പോഴും ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. കാരണം അത് കഴിഞ്ഞ് നിങ്ങൾ ചെസ്റ്റ് പാംസിനോട് പാരലായി നിൽക്കണം. ആ ലെവൽ വരെ നിങ്ങൾ മുകളിലേക്ക് പൊന്തണം. സോ അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ഫുൾ എഫക്ട് കിട്ടുള്ളൂ. എല്ലാ എക്സസൈസും പ്രോപ്പർ ഫോം കീപ്പ് ചെയ്ത് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത എക്സസൈസ് വളരെ യൂസ്ഫുൾ ആയ ഒരു എക്സസൈസ് ആണ്. ഇത് നിങ്ങളുടെ ട്രൈസെപ്സിനെയും ചെസ്റ്റിനെയും ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇതിനെ ഒരു യൂസ്ഫുൾ എക്സസൈസ് ആക്കുന്നത് നിങ്ങളുടെ ട്രൈസെപ്സ് ഇതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ആവും. ട്രൈസെപ്സ് ആണ് നിങ്ങളുടെ ആംസിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മസിൽസ്. ട്രൈസെപ്പ് കവേഴ്സ് ഓൾമോസ്റ്റ് 68% ഓഫ് യുവർ ആംസ്. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആംസ് ബിഗർ ആക്കാനും സാധിക്കുന്നു. ഇനി നമുക്ക് എങ്ങനെ ഡിപ്സ് ചെയ്യാം എന്ന് നോക്കാം. നിങ്ങൾ ഡിപ്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആംസ് എപ്പോഴും 90 ഡിഗ്രിയേക്കാൾ കുറച്ചും കൂടി കൂടുതൽ ബെൻഡ് ആവണം. എന്നിട്ട് സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് തിരിച്ച് പൊന്തി വരണം. ഇനി നിങ്ങൾക്ക് ഡിപ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ചെസ്റ്റിന് ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെസ്റ്റ് നിങ്ങൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്തുകൊണ്ട് പിന്നെ നിങ്ങളുടെ ലോവർ ബോഡി കുറച്ച് ബാക്കിലേക്ക് പുഷ് ചെയ്തുകൊണ്ട് ഡിപ്സ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ട്രൈസെപ്സ് മാത്രമാണ് ഫോക്കസ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ അപ്രൈറ്റ് ആയി നിന്നുകൊണ്ട് തന്നെ ഡിപ്സ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാറി മാറി ചെയ്യാവുന്നതാണ്. അതായത് ചെസ്റ്റിനോ ട്രൈസെപ്സിനോ അങ്ങനെ മാറി മാറി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് ഈ എക്സസൈസ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എപ്പോഴും ക്ലോസ് ടു ഫെയിലിയർ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ബോഡി വെയിറ്റ് വെച്ച് കൂടുതൽ റെപ്സ് ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ വെയിറ്റ് ഇട്ട് ചെയ്യാനോ ശ്രമിക്കുക. വെയിറ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് എക്യുപ്മെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. സോ നമ്മൾ നേരത്തെ പറഞ്ഞ അത് ട്രിക്ക് നിങ്ങൾ ഫോളോ ചെയ്യുക. അതായത് ബാഗിന്റെ ഉള്ളിൽ ബുക്സ് ഒക്കെ നിറച്ച് നിങ്ങൾക്ക് വെയിറ്റ് കൂട്ടാവുന്നതാണ്. അങ്ങനെ ചെയ്ത് നോക്കുക. ഈ എക്സസൈസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയി മാറ്റം ഉണ്ടാക്കാൻ സഹായിക്കും. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് അപ്പർ ബോഡി മസിൽസിനെ കുറിച്ചാണ്. ഇനി നമുക്ക് ലോവർ ബോഡി മസിൽസ് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാമെന്ന് നോക്കാം. സോ അതിന്റെ ഫസ്റ്റ് എക്സസൈസ് ആണ് സ്റ്റെപ്പ് അപ്സ്. അതിന് നിങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കണം. അതായത് ഒരു ചെയറോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു സ്റ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ സോഫ ആവാം, കട്ടിലാവാം, സോ എന്ത് വേണമെങ്കിലും അവിടെ ചെന്ന് നിൽക്കുക. എന്നിട്ട് നിങ്ങളുടെ ഒരു കാല് ആ പ്ലാറ്റ്ഫോമിൽ എടുത്ത് വെക്കുക. എന്നിട്ട് താഴെയുള്ള ലെഗിന്റെ ടോസ് എപ്പോഴും ഫ്ലോറിലേക്ക് പോയിന്റ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നിങ്ങൾ പൊന്തുക. പൊന്തുമ്പോൾ നിങ്ങളുടെ കാല് ഫുൾ എക്സ്റ്റെൻഡ് ആവുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. എന്നാലും നിങ്ങൾക്ക് അതിന് പ്രോപ്പർ എഫക്ട്സ് കിട്ടുകയുള്ളൂ. എന്നിട്ട് നിങ്ങൾ തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വന്ന് നിൽക്കുക. എല്ലാ പ്രാവശ്യം ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ താഴെയുള്ള ലെഗ്സിന്റെ ടോസ് എപ്പോഴും റൂഫിലേക്ക് പോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ നിങ്ങൾ നോക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും ആ പ്ലാറ്റ്ഫോമിലേക്ക് എടുത്തു വെച്ച ലെഗ് കൊണ്ട് മാത്രമാണ് നിങ്ങൾ പൊന്തേണ്ടത്. സോ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ എപ്പോഴും ഉറപ്പ് വരുത്തുക. ഓക്കെ, ഈ എക്സസൈസ് നിങ്ങളുടെ ഗ്ലൂട്ട്സ്, ഹാംസ്ട്രിങ് ആൻഡ് ക്വാഡ്സിന് ഡെവലപ്പ് ചെയ്യുന്നു. അത് സ്ട്രോങ് ആക്കുന്നു, അത് ബിൽഡ് ചെയ്യുന്നു. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് എക്സസൈസ് ആണ്. നിങ്ങളുടെ റുട്ടീനിൽ ആഡ് ആക്കാൻ മറക്കരുത്. നിങ്ങൾ എപ്പോഴും ക്ലോസ് ടു ഫെയിലിയർ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഒന്നില്ലെങ്കിൽ റെപ്സ് കൂട്ടിയോ അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രിക്സ് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. അതായത് ബാഗിൽ ബുക്ക് നിറച്ചിട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഡംബൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്തുകൊണ്ട് വെയിറ്റ് കൂട്ടാവുന്നതാണ്. ഇനി അടുത്ത ലോവർ ബോഡി എക്സസൈസ് ആണ് സ്പ്ലിറ്റ് സ്ക്വാട്സ്. ഇത് നിങ്ങളുടെ ഹാംസ്ട്രിങ്, ഗ്ലൂട്ട്സ് ആൻഡ് ക്വാഡ്സിന് ടാർഗറ്റ് ചെയ്യുന്നു. കൂടാതെ ഇത് നിങ്ങൾക്ക് ബാലൻസും സ്റ്റെബിലിറ്റിയും തരുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് അതിനൊരു പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കുക. അത് ചെയറോ സോഫ എന്ത് വേണമാകും. അതിന്റെ ഫ്രണ്ടിൽ നിൽക്കുക. എന്നിട്ട് നിങ്ങളുടെ ലെഗ് റേസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് എടുത്തു വെക്കുക. നിങ്ങളുടെ താഴെ റെസ്റ്റ് ചെയ്യുന്ന ലെഗ് നിങ്ങളുടെ ടോസിന്റെ ഫ്രണ്ടിലേക്ക് ആക്കുക. എന്നിട്ട് നിങ്ങൾ ബെൻഡ് ചെയ്യുക. ബെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നിങ്ങളുടെ ബാക്ക് സ്ട്രെയിറ്റ് ആയിരിക്കണം. നേരെ അടിയിലേക്ക് പോകാൻ പാടുള്ളൂ ബെൻഡ് ചെയ്തിട്ട്. എന്നിട്ട് തിരിച്ച് സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് വരിക. ഇത് നിങ്ങൾ വളരെ സ്ലോ ആയിട്ടാണ് ചെയ്യേണ്ടത്. കാരണം ഈ എക്സസൈസ് ബാക്കി എക്സസൈസിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് നിങ്ങൾ സ്ലോ ആയി ചെയ്യുമ്പോഴാണ്. കൂടാതെ നിങ്ങൾ കുറച്ച് നേരം പോസ് ചെയ്തിട്ട് വേണം വീണ്ടും മുകളിലേക്ക് വരാൻ. പിന്നെ വേറൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ചെസ്റ്റ് എപ്പോഴും ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്തിട്ട് വേണം ഈ എക്സസൈസ് ചെയ്യാൻ. ബാക്ക് സ്ട്രൈറ്റ് ആയിരിക്കണം. ഈ എക്സസൈസിനെ പ്രയോറിറ്റൈസ് ചെയ്യണം. കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു എക്സസൈസ് ആണ്. പിന്നെ സാധാരണ പറയുന്ന പോലെ തന്നെ ക്ലോസ് ടു ഫെയിലിയർ ചെയ്യുക. ഒന്നുകിൽ റെപ്സ് കൂട്ടി അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടി. ദ നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് എക്സസൈസ് ഓഫ് അവർ വർക്ക്ഔട്ട് റുട്ടീൻ ഇസ് സ്ക്വാട്സ്. ഈ എക്സസൈസ് നിങ്ങളുടെ ഹാംസ്ട്രിങ്, ക്വാഡ്സ് ആൻഡ് ഗ്ലൂട്ട്സിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് നിങ്ങളുടെ കോറിനെ കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ്. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നിങ്ങൾ ഷോൾഡർ വിഡ്ത്തിൽ നിൽക്കുക. എന്നിട്ട് നിങ്ങളുടെ കോർ ടൈറ്റ് ചെയ്ത് പിടിക്കുക. നിങ്ങളുടെ ആംസ് നിങ്ങളുടെ സൈഡിലേക്ക് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ടോസ് കുറച്ച് പുറത്തേക്ക് പോയിന്റഡ് ആക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ നേരെ നോക്കുക, താഴേക്ക് ബെൻഡ് ആവുക. ബെൻഡ് ആവുമ്പോൾ നിങ്ങളുടെ ബോഡി വെയിറ്റ് എപ്പോഴും സെന്ററിലേക്ക് തന്നെ ഫോക്കസ് ആയിക്കൊണ്ടിരിക്കണം. പിന്നെ നിങ്ങളുടെ ഹിപ്പ് നേരെ ബാക്കിലേക്ക് പോകണം, അടിയിലേക്ക് പോകണം. അതായത് ഇപ്പോൾ നിങ്ങൾ ചെയറിലിരിക്കുന്ന പോലെ നിങ്ങളുടെ ഹിപ്പ് നേരെ അടിയിലേക്ക് വരണം. പിന്നെ നിങ്ങൾ നോക്കണം നിങ്ങളുടെ മുട്ട് ടോസിന് വല്ലാണ്ട് ക്രോസ് ചെയ്യാനും പാടില്ല, വല്ലാണ്ട് ബാക്കിലേക്ക് ആവാനും പാടില്ല. പിന്നെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കൈകൾ ഇതിങ്ങനെ പിടിക്കാവുന്നതാണ്. ടോസിന് പാരലായിട്ട് ഇങ്ങനെ പിടിക്കാവുന്നതാണ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാക്ക് എപ്പോഴും സ്ട്രെയിറ്റ് ആയി വെക്കാൻ ശ്രദ്ധിക്കണം. കൂടാതെ നിങ്ങളുടെ തൈസ് ഒരു 90 ഡിഗ്രിയാണ് ബെൻഡ് ചെയ്യേണ്ടത്. അതായത് ഗ്രൗണ്ട് ആയിട്ട് ഏകദേശം പാരലൽ ആയിട്ട് വരണം നിങ്ങളുടെ തൈസ്. നിങ്ങളിപ്പോൾ സ്ക്വാട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം, അതായത് സോഫ, ചെയറിലൊക്കെ ഇരുന്ന് അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ വീണ്ടും എണിറ്റ് അങ്ങനെ വീണ്ടും ഇരുന്ന് എന്നിട്ട് നിങ്ങളുടെ സ്ട്രെങ്ത് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ സ്ക്വാട്ട്സ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സ്ക്വാട്ട്സ് കൂടുതൽ ഡിഫിക്കൽട്ട് ആക്കണമെങ്കിൽ വെയിറ്റ് കൂടുതലാക്കി ചെയ്യാവുന്നതാണ്. അതായത് ഡംബൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ബാക്ക്
ഒക്കെ വെച്ച് ചെയ്ത് നിങ്ങൾക്ക് സ്ക്വാട്ട്സ് ഡിഫിക്കൽട്ട് ആക്കാവുന്നതാണ്. ഇനി ഡിഫിക്കൽട്ട് ആക്കാൻ വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്ക്വാട്ട് ചെയ്ത് ഉടനെ ജമ്പ് ചെയ്യുക. അത് നിങ്ങളുടെ എക്സ്പ്ലോസീവ് പവർ വർദ്ധിക്കാൻ സഹായിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ആ മെത്തേഡും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ അഡ്വാൻസ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ. ഈ എക്സസൈസ് ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ നേരത്തെ കാണിച്ച അതിൻ്റെ ഫോട്ടോ ആ ഒരു രൂപത്തിലേക്ക് ഞാൻ പേഴ്സണലി എത്തിയത്. സോ നിങ്ങൾക്കും ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും ക്ലോസ് ടു ഫെയിലിയർ ചെയ്യുക. അതാണ് പ്രോഗ്രസീവ് ഓവർലോഡ്. ആ ലെവലിലേക്ക് നിങ്ങൾ ചെയ്ത് വരണം. അതായത് ഒന്നില്ലെങ്കിൽ റെപ്സ് കൂട്ടിയോ അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടിയോ നിങ്ങൾക്ക് ആ ലെവലിലേക്ക് ചെയ്ത് വരണം. എന്നാലും നിങ്ങളുടെ മസിൽ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് ഈ എക്സസൈസുകൾ അപ്പർ ബോഡി ലോവർ ബോഡി എന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഒരു ദിവസം അപ്പർ ബോഡി 5 സെറ്റ്സ് വെച്ച് ചെയ്യാവുന്നതാണ്. അടുത്ത ദിവസം ലോവർ ബോഡി 5 സെറ്റ്സ് വെച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾ അപ്പർ ബോഡിക്ക് 2 ടൈംസ് ലോവർ ബോഡിക്ക് 2 ടൈംസ് എ വീക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഞങ്ങൾ ഇതിൽ കോർ വർക്കൗട്ട്സിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സോ കോർ വർക്കൗട്ട്സിനെ കുറിച്ച് അറിയാൻ ഞങ്ങളുടെ ഈ വീഡിയോ കാണുക.